വുമൻസ് ഡേ സെലിബ്രേഷൻ ആയിരുന്നു. അതിന് വേണ്ടിയിട്ട് വൈറ്റ് കളർ ഡ്രസ് കോഡാണ്. സോ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുറച്ച് പട്ടി ഷോ ഒക്കെ കാണിച്ചു. നോർമലായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാൻ സമയം കിട്ടാറില്ല. സോ ഇന്ന് നമുക്ക് കുറച്ചൊരു 10 നിമിഷം നേരത്തെ ആയതുകൊണ്ട് എന്നിട്ട് എന്നെ ബസ് സ്റ്റാൻഡ് വരെ അച്ഛൻ കൊണ്ടുവിട്ടു. കാരണം നമുക്ക് ഡ്രൈവിംഗ് ഒന്നും അറിയില്ലല്ലോ. സോ അതുകൊണ്ട് ബസ് സ്റ്റാൻഡ് വരെ അച്ഛൻ കൊണ്ടുവിട്ടിട്ട് പിന്നെ അവിടെ നിന്ന് ബസ് കയറിയാണ് ഞാൻ ഓഫീസിൽ പോയത്. സോ ഓഫീസിൽ നമുക്ക് ഇന്ന് വുമൻസ് ഡേ സെലിബ്രേഷൻ ആയതുകൊണ്ട് വല്ല സ്പെഷ്യൽ ലഞ്ചും കാണുമെന്നുള്ള ഒരു ചിന്താഗതികളൊക്കെ ഉണ്ടായിരുന്നു. സോ നോക്കിയപ്പോൾ നമുക്കിന്ന് വുമൻസ് ഡേ ആയതുകൊണ്ട് പൊറോട്ട വെച്ചിരുന്നു. സോ അത് 2 എണ്ണം എടുത്ത് കഴിച്ചു. പിന്നെ ചോറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നോർമലായിട്ട് ഫ്രൈഡേ സ്വീറ്റ് ഉണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് വുമൻസ് ഡേ ആയതുകൊണ്ട് എല്ലാവർക്കും കൂടി ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞിട്ടാണ് ഫോട്ടോഷൂട്ടൊക്കെ. ஹாய் கைஸ், நாங்கள் உமன்ஸ் டே செலிப்ரேஷனுக்காக போகிறோம். எல்லாம் வரைங்கிறாரு எதாவது சொல்லுங்க சொல்லுங்க ஏதாவது ஹாப்பி உமன்ஸ் டே. ரெக்கார்ட் பண்ணலையா? ஆமாம், ரெக்கார்ட் தான். இது எப்படியும் வாய்ஸ் ஓவர் வேறு தானே அது இது இடையில கிளிப் ஆட் பண்ணுவோம்ல, இடையில கிளிப் ஆட் பண்ணுறதுக்கு ஹாப்பி உமன்ஸ் டே எல்லாத்தையும் ஹாப்பி உமன்ஸ் டே. இருக்காங்க இவங்க தான் ஹெச்ஆர். அப்போ ஸ்வேதா தான் வந்தாங்க. இல்லை இவங்க தான் ஹெச்ஆர். இவங்க ஒரு ஜூனியர் ஹெச்ஆர் இருக்காங்க. இவங்க ஒருத்தங்க இவங்க எப்படி மேய்க்கிறாங்கன்றதா கதை. அண்ட் இவங்க வந்து எதையும் குதிக்க மாட்டேன்றாங்க. அவங்க எப்படி குதிக்கிறாங்கன்றதை காட்டுறோம். அவங்க மற்றவங்கள தான் குதிக்க வைப்பாங்க. அப்படி தானே இன்னைக்கு குதிக்க வைக்கிறோம். சரி, நம்ம ஓவராக சொல்லிட்டு நம்ம பயந்துருவோமோ. நான் போனதில்லை. இந்த ட்ரெஸ் காஸ்டியூம் ஒரு 4-5 காஸ்டியூம் வச்சுருக்காங்க. நான் அந்த ட்ரெஸ் போட்டு வரேன். மலையாளத்தில் இந்த vlog. நாங்கள் இப்போ கிளம்ப போகிறோம். கைஸ், நம்ம இப்போ திருச்சி எവിടെ போனோம், எங்கே போகிறோம்? ஓகே, போகிறோம். வாங்க. கார் எங்கே? கார் வருமா? ഇപ്പം നമുക്ക് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്നിട്ട് നമ്മളിപ്പോൾ വന്നിട്ട് ഗ്രാൻഡ് മാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാൻഡ് മാളിൽ നമുക്ക് വന്നിട്ട് ട്രാംപ്ലിംഗ് പാർക്കുണ്ട്. അവിടെ നമുക്ക് മറ്റേ ജമ്പിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ അവിടെ പോയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വന്നിട്ട് ഫീനിക്സ് മാളിൽ വന്നിട്ട് ഒരു DJ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് രണ്ടുമാണ് സെലിബ്രേഷൻ. സോ ഇപ്പം നമുക്ക് വന്നിട്ട് ട്രാംപ്ലിംഗ് പാർക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനത്തെ ഫാമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. നെയിം, ഏജ് എത്ര എന്നൊക്കെ കൊടുത്തിട്ട് പിന്നെ അവർ കയ്യിലൊരു ടാഗ് കെട്ടുന്നുണ്ട്. സോ അതൊക്കെ കെട്ടണം. എനിക്ക് വേണ്ടി ആരോ എനിക്ക് എല്ലാം രജിസ്റ്റർ ചെയ്തു. സോ നമുക്ക് ആ കഷ്ടപ്പാടില്ല. അതുകൊണ്ട് ചുമ്മാ വായി നോക്കിക്കൊണ്ട് നിന്നു. സോ ഇവരൊക്കെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എന്നിട്ട് അവരവിടെ നിന്ന് തന്നെ നമുക്കൊരു സോക്സ് തരാം. അത് ഇട്ടിട്ടാണ് നമുക്ക് അകത്ത് കയറാനായിട്ട്. സോ നമുക്കിവിടെ എൻട്രൻസിൽ തന്നെ നമുക്ക് ഈ സോക്സ് ഒക്കെ ഇട്ടിട്ട് വേണം അകത്ത് കയറാനായിട്ട്. സോ അകത്ത് കയറുമ്പോൾ തന്നെ അവരൊക്കെ ഇൻസ്ട്രക്ഷനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെയൊക്കെയാണ് ചാടേണ്ടത്, തുള്ളേണ്ടതെന്നൊക്കെ. പിന്നെ ഇങ്ങോട്ടൊരു പൂരമായിരുന്നു, കളിയോട് കളി. നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് വുമൻസ് ഡേ ആയതുകൊണ്ട് ഒരു ഹാഫ് ഡേ നമുക്ക് ഇത് ഫുള്ളായിട്ട് നമുക്ക് എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് നല്ല വർത്തായിരുന്നു. നമുക്ക് എല്ലാവരും വീണ്ടും കുട്ടികളായതുപോലെ എല്ലാവരും ആദ്യമൊക്കെ മടിച്ചു നിന്നു ചിലരൊക്കെ. പിന്നെ അങ്ങ് തുള്ളൽ തുടങ്ങി. നോർമലി നമ്മളങ്ങനെ മടിച്ചൊന്നും നിൽക്കാറില്ല. കുട്ടികളുടെ സാധനങ്ങൾ വരെ പിടിച്ച് പാഞ്ച് കളിക്കുന്ന സ്വഭാവമാണ് എനിക്ക്. സോ അതുകൊണ്ട് എനിക്കതൊരു വിഷയമില്ല. പക്ഷേ ഇതിൽ കുറേ പേരൊക്കെ ഇതൊക്കെ കുട്ടികൾ കളിക്കാനുള്ളതാണല്ലോ എന്ന് നിന്നവരൊക്കെ നമ്മൾ തുള്ളണ കണ്ടപ്പോൾ പിന്നെ അവരും കൂടി ഇറങ്ങി തുള്ളാൻ തുടങ്ങി. നല്ല രസമുണ്ടായിരുന്നു. ഇത് നല്ല മുകളിലേക്ക് തെന്നി തെറിച്ച് പോകും. ആ 2 കുട്ടികളും നല്ല എക്സ്പീരിയൻസ്ഡാന്ന് തോന്നുന്നു. ആ ചെക്കനൊക്കെ തുള്ളിച്ചാടിക്കൊണ്ട് നടക്കായിരുന്നു, റബ്ബർ പന്ത് തുള്ളുന്ന പോലെ.
ഇവളെ എടുത്തിട്ടൊരു പരിവാക്കി. പിന്നെ പാട്ടും DJ ഒക്കെ ഇവിടെ നല്ല പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാട്ടിനനുസരിച്ച് നമ്മളൊക്കെ തുള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫ്രണ്ട്സ് പാടി തളർന്നിട്ടു. എത്ര മണി? 1.5 hours. ഇപ്പോൾ 5:30 ആണ്. 5:30 ഫുൾ ടൈം. സോ കാലിന്നും അവിടെ നിന്ന് നമ്മൾ ഫീനിക്സ് മാളിലേക്ക് വന്ന്. ആക്ച്വലി ഗ്രാൻഡ് മാളിനും ഫീനിക്സ് മാളിനും കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. സോ നമ്മൾ 4 പേരായിട്ട് ആട്ടോ പിടിച്ച് ഇവിടെ വന്നു. ഇവിടെ நாங்கள் இப்போ ஆட்டோ ஏறி ஃபீனிக்ஸ் மால் போயிட்டுருக்கோம். அங்கே தான் நெக்ஸ்ட் பண்ணு. அங்கே தான் ஈஸ்வரியோட குத்தாட்டம். இப்போ இவ்வளோ நேரம் ஆடினதெல்லாம் இல்லை. ட்ரைனரா இல்லை டீச்சரா? ഇവിടെ ഫീനിക്സ് മാളിൽ നമുക്ക് വന്നിട്ട് പേർപ്പിൾ കാമലൻ എന്ന് പറയുന്ന ഒരു റെസ്റ്റോ ബാറാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ DJ പ്ലസ് നമുക്ക് വന്നിട്ട് ജസ്റ്റ് സ്നാക്സ് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെസേർട്ടൊക്കെ പ്ലസ് ജ്യൂസ് അങ്ങനെ ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ DJ ഒക്കെ കുറേ നേരമൊക്കെ കളിച്ചു. എനിക്കിവിടെ ഫീനിക്സ് മാളിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ ഒരുപാട് ദൂരമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അങ്ങനെ എൻജോയ് ചെയ്തിട്ട് തിരിക്കാന്നുള്ള ഐഡിയയിലായിരുന്നു. ഇവിടെയും ഒരു ടാഗൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. സോ ടാഗൊക്കെ കെട്ടിയിട്ട് അകത്തേക്ക് പോയി കുറച്ച് നേരമൊക്കെ കളിച്ചു. നല്ല രസമുണ്ടായിരുന്നു. ഇതിനെക്കാട്ടിലും എനിക്ക് അവിടെയാണ് ഇഷ്ടപ്പെട്ടത്. അവിടെ ഇനി 1 hour കൂടി നിന്നിരുന്നെങ്കിൽ മതിയായിരുന്നെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് HR ഒക്കെ നമ്മൾ അടിച്ചിറക്കിയതുപോലെ വിളിച്ചുകൊണ്ട് വന്നതാണ്. ഞാനൊക്കെ ലാസ്റ്റ് വരെ നിന്ന് കളിച്ചു. എന്നിട്ട് പിടിച്ചിറക്കിക്കൊണ്ട് വന്നു. പിന്നെ ഇവിടെയും കുറേ അകത്തൊക്കെ പോയിട്ട് കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. ഇതൊക്കെ ഒരു രസം, നല്ല രസമുണ്ടായിരുന്നു. ഇന്നത്തെ ഈ വർഷത്തെ വുമൺസ് ഡേ നല്ല എൻജോയ് ചെയ്തു.
7 ആയി. ഇനി വീട്ടിൽ പോകാൻ നേരം വി ആർ ലീവിങ്. ഹലോ. ഇനി നിന്ന് ആടിയ വീട്ടിൽ പോകുമ്പോൾ ആട്ടമായി ലേറ്റാവും. സോ ബൈ. ഫൈൻഡ് അപ്പ് ബൈ. ഇവിടെ നിന്ന് വീട്ടിൽ പോകാനുള്ള വഴി എനിക്കറിഞ്ഞൂടാ, ഇവർക്കറിയാം, അവർക്ക് അറിഞ്ഞൂടാ. അവളും ഞാനും കൂടിയാണ് പോവേണ്ടത്. സോ എങ്ങനെ പോകണമെന്ന് അറിയില്ല. ചോദിച്ച് പോവാം. സോ ഹായ് ശ്വേത, എപ്പി പോകണം? സമയം 7 மணியாയി. എങ്ങനെ போகணும்னு ஒரு பிடில. பேசாம ஆட்டோ புக் பண்ணி போயிடுவோம். ரொம்ப அதிகமாகிடும். போகலாம். ஸோ